കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ചേർന്ന് തനിക്കും ഇ.പി. ജയരാജനുമെതിരെ ഗൂഢാലോചന നടത്തി എന്ന് കാണിച്ച് ദല്ലാൽ നന്ദകുമാർ DGPക്ക് പരാതി നൽകി. ആരെങ്കിലും പറഞ്ഞാൽ അവസാനിപ്പിക്കാവുന്ന ബന്ധമല്ല ഇ.പിയുമായി ഉള്ളത് എന്നും നന്ദകുമാർ പറഞ്ഞു. ശോഭ പറയുന്നത് പക്ക കളവ്, ഒരു ക്വാളിറ്റി ഇല്ല ശോഭയ്ക്ക്, തട്ടിപ്പുകാരി. ഇ.പി. ജയരാജൻ കണ്ടു, സംസാരിച്ചു. ഞാനത് നിഷേധിക്കുന്നില്ല, അധികം നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തെ BJP ചേർക്കാനെന്ന് ശോഭ പറഞ്ഞത് വൃത്തികേടാണെന്ന് പറയണ സുധാകരൻ പറഞ്ഞതും. അങ്ങനെ ഒരു ഡയലോഗ് വച്ചിട്ടില്ല. ഇ.പി. കണ്ടതിനല്ല തെറ്റ്, എന്റെ കൂടെ കൂടിയനാണ് തെറ്റ്. ഇവർക്ക് ആർക്കെങ്കിലും എന്നോടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറ്റൂ? പാർട്ടിയല്ല പടച്ചവും പറഞ്ഞാൽ പറ്റൂല. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗിന് ബംഗാളിൽ പോയി. അവിടെ നിന്നൊരു സിം മേടിച്ച് ആ സിം ഇട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്, മനസ്സിലായോ? പിന്നെ അദ്ദേഹം എനിക്ക് എന്നെ കൂടിക്കാഴ്ചയൊക്കെ അയച്ച മെസ്സേജൊക്കെ എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിനിടെ ഇ.പി. ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയിലെ CPIയുടെ അതൃപ്തി പരിഹരിക്കാൻ CPIM നീക്കം തുടങ്ങി. CPIM ഇ.പി. ജയരാജനെ തൊടാത്തത് അഴിമതിയുടെ കൊട്ടാരം കത്തും എന്ന് ഭയന്നാണെന്ന് കെ സുധാകരൻ പരിഹസിച്ചു. വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ CPMൻ്റെ ഒരു നേതൃത്വം ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടില്ല, ഇന്നലെ സെഞ്ചുറി അടിച്ചപ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയ? എന്തോ ഒരു മനസ്സമാധാനത്തിലാവും ഒരാളെ പോക്ക് പറയും. അപ്പോൾ ഇതിപ്പോൾ വെച്ചാൽ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ അടക്കം ആ തോണ്ടി വരും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് ഈ പരാതിയിൽ നന്ദകുമാർ പറയുന്നത്? കൂടാതെ മാധ്യമങ്ങളോട് ഇന്ന് എന്തൊക്കെയാണ് നന്ദകുമാർ പറഞ്ഞത്? വേണു, BJPയിലേക്ക് ഇ.പി. ജയരാജൻ എന്ന തരത്തിൽ പ്രചരിച്ച വാർത്ത, ആ വാർത്ത അടിസ്ഥാനരഹിതമാണ്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി പുറത്തു വന്ന വാർത്തയാണ്. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനുമാണ് എന്നുള്ളതാണ് ഈ പരാതിയിൽ നന്ദകുമാർ ഉന്നയിക്കുന്നത്. ഒരു തരത്തിലും BJPയിലേക്ക് പോകാനുള്ള ഒരു ചർച്ച ജാവദേക്കറും ഇ.പി. ജയരാജനും തമ്മിൽ നടത്തിയിട്ടില്ല. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ആശയമാണ് ഈ ജാവദേക്കർ മുന്നോട്ട് വെച്ചത്. അതായത് തൃശ്ശൂരിൽ സീറ്റ് തങ്ങൾക്ക് വിജയിക്കണം, അതിനുവേണ്ടി ഇടതുപക്ഷ സഹായം തേടിയാണ് വന്നത്. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ചർച്ചകളും അവിടെ നടന്നിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഈ ചർച്ചകൾ ഒരിടത്തും ശോഭയ്ക്ക് റോളില്ലായിരുന്നു. ശോഭ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അത് അടിസ്ഥാനരഹിതമാണെന്ന് നന്ദകുമാർ വ്യക്തമാക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് DGPക്കും അതോടൊപ്പം പാലാരിവട്ടം പോലീസിനും അദ്ദേഹം പരാതി നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ കൂടിയ ഘട്ടത്തിലും മുഖ്യമന്ത്രി പരസ്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു, ഇ.പി. ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ആളുമായുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദം ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്ന്. അതിന് ശക്തമായ മറുപടി നന്ദകുമാറിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നു. താനും ഇ.പിയുമായുള്ള ബന്ധം അതങ്ങനെ പാർട്ടി പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല എന്ന് അടിവരയിട്ട് ദല്ലാൽ നന്ദകുമാർ പറയുന്നു. തന്റെ നമ്പറൊക്കെ ഒരുപക്ഷെ ബ്ലോക്ക് ചെയ്തേക്കാം, പക്ഷേ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. പല സാഹചര്യങ്ങളിലും തന്നെ ഒരുപാട് ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ താൻ ഒരുപാട് പേർക്ക് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ തന്നെ കൊണ്ടുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാളായ തന്നെ എങ്ങനെയാണ് ഇവർക്ക് ആവശ്യം കഴിയുമ്പോൾ ഒഴിവാക്കാനാകുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ദല്ലാൽ നന്ദകുമാർ ഉന്നയിക്കുന്നു. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കേസ് മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ തെളിവുകളെല്ലാം തനിക്കുണ്ട് എന്നാണ് ദല്ലാൽ നന്ദകുമാർ ഇന്ന് വെളിപ്പെടുത്തിയത്. നേരത്തെ ഇ.പി. പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് ദല്ലാൽ ഇ.പിയെ രക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തിൽ മുന്നോട്ട് വന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. അത് രക്ഷിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലെ ചർച്ച ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം പോലും ഇ.പിക്ക് അനുകൂലമായിരുന്നു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.